ഞാൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം, ആദ്യം നിങ്ങളൊന്ന് കേട്ടോക്കണേ. മുൻ നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്ത അൻസിബയോട് ശ്വേതാ മേനോന്റെ മാമാപ്പണി കൊട്ടേഷൻ എടുത്ത് കൺവിൻസ് ചെയ്യാൻ പോയ പിഷാരടിയുടെ പ്രവൃത്തിയെക്കുറിച്ച് അൻസിബ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മേനോന് വേണ്ടി ഒരു പിഷാരടി മാമാപ്പണി നടത്തുന്നത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ സിനിമയ്ക്കകത്ത് നിലനിൽക്കുന്ന ആ ജാതി സ്നേഹവും അൻസിബ എന്നൊരു സ്ത്രീക്ക് അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മേനോത്തിക്ക് ഒരു മാപ്പ് പഴുതി കൊടുത്ത് ആ പരാതി പിൻവലിച്ച് പോകാൻ പറഞ്ഞ ആ വിശാല മാമാ ഹൃദയമുണ്ടല്ലോ, നാടത് കേൾക്കണം. പോസ്റ്റ്മാൻ ചിലപ്പോൾ മേനന്മാർക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിഷാരടി കുടുംബത്തിൽ നിന്നായിരിക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനൊരു വാക്ക് പറയുന്നത്. എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസിബ ഹസന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ടിനി ടോമിനെ കുറിച്ച്. ശ്വേതാ മേനന്റെ നേതൃത്വത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ടീം റിസൈൻ ചെയ്തതിനെ തുടർന്ന് ഒരു അഡോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അൻസിബ ഹസനെ അഡോ കമ്മിറ്റി മെമ്പർ ആയിരുന്ന സമയത്ത് രമേഷ് പിഷാരടി വിളിച്ച് സംസാരിക്കുകയും ഈ ടിനി ടോമിനായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ പ്രസ് മീറ്റിൽ അൻസിബ ഹസൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. രമേഷ് പിഷാരടി വിളിച്ചിട്ട് അൻസിബ ഹസൻ ഒരു അപ്പോളജി ലെറ്റർ എഴുതി കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. അതായത് പരാതിക്കാരി തന്നെ അപ്പോളജി എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അമ്മ സംഘടനയിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് അൻസിബ ഹസൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം അൻസിബ ഹസൻ തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തിരുത്തുകയും അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രമേഷ് പിഷാരടി മാമാപ്പണിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ മീഡിയാസ്, ഇതുപോലത്തെ കുറെ ഓൺലൈൻ മീഡിയാസ് വരികയും ജാതി സ്നേഹം കൊണ്ടാണ് അയാൾ ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, അങ്ങനെ ജാതി സ്നേഹം കൂടുതൽ കാണിക്കുന്ന ഒരാളാണ് രമേഷ് പിഷാരടി എങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അയാളുടെ ടൈം സ്പെൻഡ് ചെയ്ത് മമ്മൂക്കയുടെ ഒപ്പമാണ്. അങ്ങനെ അയാൾക്ക് ലാലേട്ടൻ്റെ കൂടെ പോയിക്കൂടെ ജാതി സ്നേഹം കൂടുതലുള്ള ആളാണെങ്കിൽ.